നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ഭാവത്തിലെ ശുക്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ സൂചനകളൊക്കെ പഠിച്ചു. അതിനുശേഷം വിഷുവിൻ്റെ ഫലങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ രീതിയിൽ പോയി. വിഷുവിനെ കുറിച്ചുള്ള ചില ക്ലാരിഫിക്കേഷൻ, എന്താണ് വിഷു, എന്തുകൊണ്ട് ഈ സമയം ആഘോഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കാൽക്കുലേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വീണ്ടും നമ്മൾ ജാതക പഠനത്തെക്കുറിച്ചും അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും വരികയാണ്. 8ൽ എന്തുകൊണ്ട് ഈ ജന്മം ശുക്രൻ വന്നു, അല്ലെങ്കിൽ 8ൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ ജനിച്ചു എന്നുള്ളതിന് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ ചിന്തിക്കാം. 8ാം ഭാവം എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ഭാവമാണ്, നിഗൂഢതകളുടെ ഭാവമാണ്, ആയുസ്സിൻ്റെ ഭാവമാണ്, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെയും കഴിവുകളുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണങ്ങളുടെയും തിരിച്ചടികളുടെയും ഭാവമാണ്. 8ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ അത് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ അഷ്ടമത്തിൽ ശുക്രൻ വന്നു എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന വിഷയങ്ങൾ കൊണ്ടാണ് അത് ഈ ജന്മത്തിൽ ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മഫലങ്ങൾ ഈ ജന്മം അനുഭവിക്കാനുള്ള സാധ്യതകളും വരും. അതിനുള്ള പ്ലോട്ട് നമ്മുടെ മുന്നിലേക്ക് രൂപപ്പെടും എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പാസ്റ്റ് ലൈഫ് കാർമിക് ലിങ്ക് എന്താണെന്ന് നോക്കാം 8th ഹൗസ് ശുക്രൻ്റെ. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എട്ടാം ഭാവം, 6ാം ഭാവം, 12ാം ഭാവം, ഇതൊക്കെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റ്, അതായത് ഈ ജന്മം കാർമിക് ഡെപ്റ്റ് പ്രാരാബ്ധം അനുഭവിക്കാൻ ഉള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. അതുമായിട്ട് ഡയറക്റ്റ്ലി ഉള്ളതാണെങ്കിൽ ഡയറക്റ്റായിട്ടും, ഇൻഡയറക്റ്റ്ലി ഉള്ള ബന്ധമാണെങ്കിൽ ഇൻഡയറക്റ്റ്ലിയും അനുഭവങ്ങൾ വരും എന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ശുക്രൻ 8ൽ നിൽക്കുമ്പോൾ ശുക്രൻ്റെ കാരകത്വ വിഷയങ്ങളിലൊക്കെ നമുക്ക് ജീവിതത്തിൽ ചില തിരിച്ചടികളും ചില നിഗൂഢതകളും നമ്മളിൽ ഒളിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നാമത്തേത് റൊമാൻസിൻ്റെ കാരകനാണ്, ശൃംഗാരത്തിൻ്റെ കാരകനാണ് ശുക്രൻ. ശുക്രനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് 2 തരത്തിലുള്ള ശൃംഗാരമാണ്. ഒന്ന് വിപ്രലംഭം, പിന്നൊന്ന് സമ്മോഹനം. അപ്പം ദുഃഖത്തിലൂന്നിയുള്ള ശൃംഗാരങ്ങൾ ആണ് 8ലേക്കൊക്കെ വരുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ തീവ്രമായിട്ടുള്ള പ്രണയബന്ധങ്ങളിലോ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളോ പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാവും. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ജന്മം നമുക്ക് അനുഭവപ്പെട്ടേക്കാം, നന്നായിട്ടും മോശമായിട്ടും. അത് നോക്കേണ്ടതാണ്. രണ്ടാമത്തത് അപൂർണമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അതായത് മുൻജന്മത്തിൽ പങ്കാളിയുടെയോ മറ്റുള്ളവരുടെയോ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കർമ്മഫലങ്ങൾ ബാക്കിയുണ്ടാവും എന്നുള്ളതാണ്. നമ്പർ 3 രഹസ്യ സ്വഭാവങ്ങളാണ്. പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുൻജന്മത്തിൽ കലയോ കലാപരമായിട്ടുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ദോഷങ്ങൾ. അതുപോലെ തന്നെ പ്രണയമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും സീക്രട്സോ ഒക്കെ രഹസ്യമായിട്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നിട്ട് അത് തീർക്കാൻ കഴിയാതെ പോയിരുന്ന ഒരു വ്യക്തിയോ ഒരു സോളോ ആണ് നിങ്ങൾ എന്നുള്ളത് ഉറപ്പിക്കാം. അതിൻ്റെ പ്രസൻറ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ പരിഹാരത്തിലേക്ക് നടക്കാം. ശുക്രൻ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളിൽ 8ാം ഭാവം എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത് ബന്ധങ്ങളും പ്രണയവുമാണ്, റിലേഷൻഷിപ്പ് ആൻഡ് റൊമാൻസ്. 8ാം ഭാവം തീവ്രതയെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വളരെ തീവ്രവും ആഴമേറിയതും അതുപോലെ തന്നെ വികാരാധീനവുമായിരിക്കും എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ ഒരു ആൾ ഓർ നത്തിങ് സ്വഭാവം ഉണ്ടാവും എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത് പ്രണയത്തിൽ അസൂയ, ഉടമസ്ഥാവകാശം, ഓവർ പൊസസീവ്നെസ്, അതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ തന്നെ പങ്കാളിയുടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കാളി വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക്, അല്ലെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നഷ്ടങ്ങൾക്കും ഈ സ്ഥാനം സാധ്യത ഉണ്ടാക്കും. ശുക്രൻ്റെ ബലാബലങ്ങൾക്കനുസരിച്ച് അത് വരുന്നത്. നല്ല ബലത്തിൽ ആണ് 8 നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ പങ്കാളിക്കോ നിങ്ങൾക്കോ വിവാഹശേഷം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ മോശമായിട്ട് ബലക്ഷയത്തോടുകൂടിയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സമ്പത്ത് നശിക്കും. പങ്കാളിക്ക് വേണ്ടിയിട്ടൊക്കെ കടുത്ത ലോണൊക്കെ എടുത്തു വെച്ച് അവർ നഷ്ടപ്പെടുത്തി കളയുന്നത് നികത്താൻ വേണ്ടിയോ, അല്ല അവർ പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്തൊക്കെ വലിയ നാശനഷ്ടങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയും സർഗാത്മകതയുമാണ്. ആർട്ട്. ശുക്രൻ കലയുടെ പ്രതീകമാണ്. അവൻ 8 നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കലാപരമായിട്ടുള്ള ചില വാസനകൾ ഉണ്ടാവും. നിഗൂഢപരമായിട്ടുള്ള കാര്യങ്ങളിൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് റൊമാൻറ്റിക് ലൈഫ്, സെക്ഷൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സൈക്കോളജിയിലൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണകളുണ്ടാവും എന്നുള്ളതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ മരണം, പുനർജന്മം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടും കലകളുടെ ചില സീക്രട്ടുകൾ, ഇപ്പം കലാപരമായിട്ടുള്ള അറിവെന്ന് പറയുമ്പോൾ കലയുടെ ചില സീക്രട്ടുകളുണ്ട്. അത് പഠിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും അതിലേക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നതും അതൊരു ഉപാസന പോലെ ആയി മാറുന്നതുമൊക്കെ. അപ്പം അങ്ങനെ കലകളോടും കലയുടെ ആ സൗന്ദര്യത്തോടും ഒക്കെ ഒരു ഇഷ്ടം വരും, അല്ലെങ്കിൽ അതിനോട് താല്പര്യം വരും, അതിനോടൊരു ചേർന്നിരിക്കാനൊക്കെ ഒരു താല്പര്യം വരും. പക്ഷേ ഒരു പൂർണ്ണമായൊരു തൃപ്തി വരാൻ വലിയ പാടാണ്. അഷ്ടമത്തിലെ ശുക്രൻ്റെ ഒരു വലിയ ദോഷങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കുണ്ടാകും, പിന്നെ തൃപ്തിക്കുറവ് വലിയൊരു വിഷയമാണ്. എന്തും തൃപ്തമാവില്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന ദോഷങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഇറങ്ങി പുറപ്പെടും, ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നല്ല സക്സസ് ആവും. പക്ഷേ ഒരു തൃപ്തി കുറച്ച് നേരത്തേക്കേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ കാമം എന്ന് പറയുന്ന കാര്യത്തിന്, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതങ്ങ് ഇല്ലാതാവും. എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. മോഹം ക്ഷയിക്കുമ്പോൾ മോക്ഷമെന്നും ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് കാമം എന്ന് പറയുന്നത്. ശുക്രൻ പക്ഷേ 8 നിന്നാൽ ആ ആഗ്രഹങ്ങൾ നേടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഡിപ്രഷൻ പോലെ, അത് കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല. ഇങ്ങനെ വീണ്ടും ഒരു ഗോള് വേണം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ആഗ്രഹം ഉള്ളിലുണ്ടാകും, പക്ഷെ മെനക്കെടാൻ വയ്യാത്തൊരവസ്ഥ വരും. കലയോട് നല്ല താല്പര്യം ഉണ്ടാവും, കലാപരമായ വിഷയങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള പല കാര്യങ്ങളും, കവിത എഴുതുക, അല്ലെങ്കിൽ നാടകങ്ങൾ എഴുതുക, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക, ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ മെനക്കെടാൻ നല്ല മടിയായിരിക്കും. അതായത് വലിയ പറയുന്ന പോലെ, നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കുക, അന സത്താരം നനയ്ക്ക മാട്ടെ എന്ന് പറയുന്ന പോലെ കഷ്ടപ്പെടാൻ വയ്യ. അതൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഇഷ്ടമുള്ള മേഖലകളിൽ. അങ്ങനെ ശ്രമിച്ചാൽ ഇവർക്ക് കുറേ കാര്യങ്ങൾ, മനസമാധാനം കിട്ടുന്ന, തൃപ്തി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ പോകാൻ പറ്റും. കൺസിസ്റ്റൻസിയാണ് മെയിൻ. അതങ്ങ് പോവും. അഷ്ടമത്തിലെ ശുക്രൻ്റെ ഒരു കുഴപ്പവും അതാണ്. അടുത്തത് വാഹനങ്ങളും ലക്ഷറിയുമാണ്. ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സമ്മാനങ്ങളോ അല്ലെ സ്വത്തോ വഴി ആഡംബര ജീവിതം നയിക്കാൻ ചിലപ്പം യോഗം വരാം. മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തോ ഒക്കെ വഴി, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം ഏറ്റെടുത്തിട്ട് ഒരു ചില കാര്യങ്ങളൊക്കെ ഒരു മൂഡിനൊക്കെ അങ്ങ് ചെയ്ത് ചിലപ്പോൾ വീട്, വണ്ടി, വാഹനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ വരും. അതുപോലെ തന്നെ വാഹനം വാങ്ങുമ്പോഴും വീട് വാങ്ങുമ്പോഴും അഷ്ടമത്തിലെ ശുക്രനുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലക്ഷറി ഐറ്റംസ് എന്ത് വാങ്ങിയാലും, എന്തിനിറങ്ങി പുറപ്പെട്ടാലും അത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കി കുറച്ച് ദൈവാധീനമൊക്കെ വരുത്തി. ഇപ്പോൾ ജ്യോതിഷം നോക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അവനൊന്നും തന്നെ നോക്കുക, ദശകാലങ്ങളൊക്കെ. അല്ലെങ്കിൽ ഗണപതിയെയും മഹാലക്ഷ്മിയെയും യക്ഷിയമ്മയും ഒക്കെ അന്നപൂർണേശ്വരിയൊക്കെ ആശ്രയിച്ചിട്ട് വേണം അത് ചെയ്യാൻ. കാരണം വാഹനങ്ങൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ്. മനസ്സിലായോ? 8ാം ഭാവം എന്നുള്ളത് സഡൻ ചേഞ്ചസിനെ സൂചിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് 8ാം ഭാവം എന്ന് പറയുന്നത് വളരെ
സ്പീഡിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചേഞ്ചസ് വരുത്തുന്നതാണ്. അപ്പം മികച്ച ഇൻഷുറൻസ് പരിരക്ഷ എപ്പോഴും കരുതുന്നത് നന്നായിരിക്കും. 8 ശുക്രനുള്ളവർ വണ്ടി വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഒന്നും എടുക്കാതെ ബമ്പർ ടു ബമ്പറൊക്കെ എടുത്ത് വെച്ച് അവനവനും നമ്മുടെ ശരീരത്തിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അതിപ്പോൾ സ്ത്രീയോടുള്ളതാണെങ്കിലും പുരുഷൻ സ്ത്രീയോടുള്ളതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അത് അമ്മ, ഭാര്യ, സുഹൃത്തുക്കൾ, മകൾ ഒക്കെ ആവാം. അപ്പം ആ ബന്ധങ്ങൾ നിങ്ങളിൽ അതിശക്തമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെ പരിവർത്തനത്തിന് കാരണമാകും. ചിലപ്പം അമ്മയാവാം, അമ്മ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെ അമ്മയ്ക്ക് കുട്ടിക്കാലം മുതലേ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടുണ്ടാവാം, ഒറ്റപ്പെടൽ കൊണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം, വളരെ പ്രതീക്ഷിച്ച് സ്നേഹത്തോടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ നന്നായി താലോലിച്ച് കൊണ്ടുപോയ മകളിൽ നിന്നാവാം, ആരിൽ നിന്നുമാവാം, കൊച്ചുമക്കളിൽ നിന്നാവാം. അത് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നല്ല, അതൊരു ട്രാൻസ്ഫോർമേഷന് കാരണമാവും, ഒരു ഡിറ്റാച്ച്മെൻറ്റിന് ആ ഒരു ഏരിയ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരവസ്ഥയ്ക്ക് അത് കാരണമായി തീരും എന്നുള്ളതാണ്. അടുത്തത് ഒരുപക്ഷെ സ്ത്രീകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ ഗുണങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ അതിൻ്റെ മേഖലകളുടെ ഒരു സ്വാധീനം പറയും. ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പങ്കാളിയിലൂടെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ വിൽപ്പത്രം എന്നിവയിലൂടെ ധനലാഭം ഉണ്ടാവാനും, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കേസ് വഴക്കുകളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. രണ്ടാമത്തെ വിവാഹമാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ആഴമേറിയതും ചിലപ്പോൾ സങ്കീർണമായിട്ടുള്ളതും ആയിരിക്കും എന്നുള്ളതാണ്. കടുത്ത പൊസസീവ്നെസ്സും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടാകും, പക്ഷേ കടുത്ത സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെ അത് കടന്നു പോവുകയും ചെയ്യും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവമാണ്. കാര്യങ്ങളെ നിഗൂഢമായി കാണാനുള്ള കഴിവ്, വളരെ രഹസ്യമായിട്ട് തുരന്ന് ഉള്ളിലേക്ക് ചിന്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആകർഷണ ശക്തി വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. വളരെ അടുത്തേക്ക് ആൾക്കാരെ അടുപ്പിക്കാനും ഇൻഡ്യൂട്ടീവായിട്ടുള്ള 8th ഹൗസ് വീനസ് എന്ന് പറയുന്നത് തന്നെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള വിഷയം, പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ബൾബ് കത്തും. ഇപ്പോൾ ചില ആൾക്കാർക്കത് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ എനിക്കൊക്കെ ശുക്രൻ വേറൊരു രീതിയിലാണ്, അപ്പോൾ എനിക്ക് പലതും മനസ്സിലാവത്തില്ല. എൻ്റെ ഒരു ഡീലിങ് രീതിയും വേറൊരു രീതിയാണ്. അപ്പം പലപ്പോഴും നമ്മുടെ കൂടുള്ളവർ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ നമ്മൾ ജാതകം വെച്ചിട്ടും പലരുടെ ക്യാരക്ടർ വെച്ചിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വളരെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർ ഡിസ്കസ് ചെയ്യുമ്പം പലരും പറയുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ആ ഒരു ട്രേഡ് മാർക്ക് അടിച്ചു തരും. ദോഷവും ഒക്കെ, ഗുണവും ഉണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ ദോഷവുമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. 8th ഹൗസ് വീനസ് എന്ന് പറയുന്നത് രഹസ്യ ഭാഗങ്ങളിൽ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു ഇതും കൂടിയാണ്. അവിടെ ശനിയുടെ ബന്ധമോ അല്ലെങ്കിൽ രാഹുവിൻ്റെ ബന്ധമോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലൈംഗികപരമായിട്ടുള്ള അനേകം രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഗൂഗിളൊക്കെ നമ്മുടെ മുന്നിൽ ഗൂഗിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും ഒക്കെ റിസർച്ച് ചെയ്യുക. ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അസുഖങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് പൊതുവെ എല്ലാവരും പറഞ്ഞു തരത്തില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തും അങ്ങനെ ഓരോ വിഷയങ്ങളും, സ്വഭാവത്തിൻ്റെ ആണെങ്കിൽ വിവാഹത്തിനാണെങ്കിൽ ഓരോ വിഷയങ്ങളും നിങ്ങൾ റിസർച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്ന രാശി, ശുക്രൻ നിൽക്കുന്ന നക്ഷത്രം, ശുക്രനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങൾ, 8ലെ ശുക്രന് കുജയോഗമൊക്കെ വന്നാൽ
അതിൻ്റെ രീതികൾ മാറും. 8-ലെ ശുക്രന് ശനിയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രീതി വേറെയാണ്. അപ്പം ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനമനുസരിച്ചും അവർ നിൽക്കുന്ന നക്ഷത്രത്തിനുമനുസരിച്ചുമൊക്കെ അതിൻ്റെ ഫലങ്ങൾ മാറും. 8-ലെ ശുക്രൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ കടുത്ത ട്രോമകൾ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ്. വളരെ സങ്കടാനുഭവങ്ങളിലൂടെ കടന്നു പോകും. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വരാം, കടുത്ത മുറിവുകളുണ്ടാകും. പ്രത്യേകിച്ച് 6, 8, 12 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ജാതകത്തിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത വേദനകൾ ഉണ്ടാവാനും പൂർവ്വജന്മത്തിൻ്റെ ഇൻകംപ്ലീറ്റഡ് ഡെപ്റ്റും ആണെന്നുള്ളത്. അതായത് വളരെ അടുപ്പത്തോടൊക്കെ പെരുമാറിയിട്ട്, വളരെ സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരാളെയും ഇത്രയും സ്നേഹിക്കരുത് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്ന ചില അനുഭവങ്ങൾ. കാരണം ചില ആൾക്കാർ പറയും അത് ഒരാളെ ഒരു പരിധിക്ക് കൂടുതലൊന്നും സ്നേഹിക്കരുതെന്ന്. അങ്ങനെയൊന്നുമില്ല. പരിധി എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ ചിന്താധാരയാണ്, അതൊരു റിലേറ്റീവാണ്. ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് മാത്രമല്ല അത് സംഭവിക്കുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിച്ച പലരും അവസാന കാലം വരെ അങ്ങനെ തന്നെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗ്രഹസ്ഥിതികളൊക്കെ ഞാൻ നോക്കും. ഇങ്ങനെ എനിക്ക് നേരിട്ടറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിച്ചിട്ട് ഒരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ വളരെ നൈസായിട്ട് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേദനിപ്പിച്ച് നോവിച്ച് ചതച്ച് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിപ്പോകുന്ന ഒരുപാട് അഷ്ടമശുക്രന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ജാതകത്തിൽ. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കും, രാഹുവായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ രാഹുവിൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്തൊക്കെ ഞാൻ കൺസൾട്ടേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോ. അയ്യോ ഓർമ്മിപ്പിക്കില്ലേ സാറേ എന്നൊക്കെ പറയുന്നത്. അയ്യോ അതൊക്കെ കടന്നുപോയി, എങ്ങനെയാണ് കയറി വന്നതെന്നൊന്നും അറിയില്ല എന്ന് പറയും. ചില ആൾക്കാർ അതോടെ നശിക്കും, ചില ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് കയറി വരും. എന്തു തന്നെയായാലും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ ഈശ്വരനെയും ആശ്രയിക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു ഗ്യാപ്പ് ഈ അനുഭവം കൊണ്ട് തന്നെ പഠിച്ചില്ലേ, അമിതമായി ഒരു പരിധിയിൽ കൂടുതൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റോ പൊസസീവ്നെസ്സോ ഒക്കെ നിങ്ങൾ കാണിച്ചാൽ അത് ലാസ്റ്റ് നിങ്ങൾക്ക് നാശമായി തീരും. കാരണം അത് പൂർവ്വജന്മത്തിൻ്റെ കടമാണ്, അത് തീർന്ന് അനുഭവിച്ച് പോകേണ്ടതാണ്. ആ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോഴും ഇതിനെല്ലാം സാക്ഷിയായിട്ട്, വാസ്തവത്തിൽ ഇത് ഞാൻ അനുഭവിക്കുന്നില്ല, ഇത് ശരിക്കും ഞാൻ സാക്ഷിയാണ്, ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടതാണെന്നുള്ള ആധ്യാത്മിക ബോധം, ഉയർന്നൊരു ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അതുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഭഗവതി തരട്ടെ, മഹാലക്ഷ്മി തരട്ടെ, അന്നപൂർണേശ്വരി അമ്മ തരട്ടെ. സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അടുത്ത ക്ലാസ്സിൽ കാർമിക് ലിങ്കിനെ കുറിച്ചും റെമഡീസിനെ കുറിച്ചും നോക്കാം. നമസ്കാരം.